ഓക്കെ, അപ്പം നമ്മൾ ആദ്യമേ നമുക്കറിയാം നമുക്ക് കേറ്ററ്റിന് പഠിക്കാനായിട്ടുള്ളത് 5 സബ്ജക്റ്റുകളാണ് അല്ലേ. ഈ 5 സബ്ജക്റ്റിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്ന വിഷയം. കാരണം നമുക്കെല്ലാവർക്കും അറിയാം സൈക്കോളജിയിൽ നമുക്കെപ്പോഴും ചോദ്യങ്ങളുടെ ഒരു മേള തന്നെയാണുള്ളത് അല്ല. അത് ചിലപ്പം എന്നാ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലാകാം, അല്ല എന്നുണ്ടെങ്കിൽ വൺ വേർഡ് ടൈപ്പ് ആകാം, അതുമല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ കേൾക്കാമല്ലോ, കുഴപ്പമില്ലോ. ഓക്കെ ഓക്കെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലാകാം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പിലായാലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് സൈക്കോളജി ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട്. സൈക്കോളജി പഠിച്ചുള്ള ഗുണമെന്ന് വെച്ചാൽ സൈക്കോളജി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പഠിച്ചാൽ ഹലോ കേൾക്കാവോ നേഹ? ഓക്കെ. അപ്പോൾ സൈക്കോളജി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പഠിച്ചാൽ ഈ ഒരു വിഷയം നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എല്ലാ വിഷയങ്ങളിലും ഉണ്ട്. കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ സൈക്കോളജി ഒഴിച്ച് ബാക്കി വരുന്ന സയൻസും മലയാളവും ഇംഗ്ലീഷും മാത്സും ഇതിലൊക്കെയും ഒരു 3 ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ സൈക്കോളജിയുമായിട്ട് അല്ലെങ്കിൽ ബോധനശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നത് സൈക്കോളജി പാർട്ടിനെ ടച്ച് ചെയ്തുകൊണ്ടായിരിക്കും. തന്നെയല്ല അവിടെ പഠിക്കാനുള്ള പഠന സിദ്ധാന്തങ്ങളും ഈ മാത്സിനാണെങ്കിലും സയൻസിനാണെങ്കിലും മലയാളത്തിനാണെങ്കിലും ഇംഗ്ലീഷിനാണെങ്കിലും ഉള്ള പഠന സിദ്ധാന്തങ്ങളെല്ലാം സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയം നിങ്ങൾ മെയിൻലി ആയിട്ട് ഫോക്കസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഒരു 40 മാർക്കിന് മേളിൽ വാങ്ങിക്കാൻ പറ്റും. സൈക്കോളജി എന്ന വിഷയം പഠിക്കുകയാണെങ്കിൽ മാത്രം. സൈക്കോളജി തന്നെ 30 മാർക്കുണ്ട്, ബാക്കിയുള്ള സബ്ജക്റ്റിൽ നിന്നെല്ലാം കൂടി കൂട്ടി ഏകദേശം 40 മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന കേറ്ററ്റ് പരീക്ഷയ്ക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ പഠിക്കുന്നത് ഓരോ വരികൾക്കിടയിലൂടെയും പഠിക്കുക എന്ന് പറയും. അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ സൈക്കോളജിക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഇതിൽ ഓരോ ലൈനും ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ വ്യക്തികളും ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ കണ്ടുപിടുത്തങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ കാഴ്ചപ്പാടുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുടെ പണ്ട് കാലത്ത് തൊട്ടുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് മുറികളിൽ നമ്മൾ പ്രയോഗിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ കാഴ്ചപ്പാടും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെയാണ് ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ഈ പറഞ്ഞ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിനകത്ത് പഠിക്കുന്നത്. പിന്നെ സൈക്കോളജിയുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പം 18-ാം നൂറ്റാണ്ടിൽ ഒരാൾ ഒരു കാര്യം വന്ന് പറഞ്ഞു, കണ്ട പട്ടിയിലും പൂച്ചയിലും എല്ലാം വന്നൊരു തിയറി ഇവിടെ നടത്തി. 19-ാം നൂറ്റാണ്ടിൽ വന്ന ആൾ പറഞ്ഞു മൃഗങ്ങൾ നടത്തുന്നതൊന്നും മനുഷ്യർ നടത്താൻ പറ്റത്തില്ലെന്നും ഞാൻ തിയറി തള്ളിപ്പോയി. 20-ാം നൂറ്റാണ്ടിൽ വരുന്ന ആൾ പറയുന്നു ഇതൊന്നും കുട്ടികൾ നടത്താൻ പറ്റത്തില്ല, പ്രായമുള്ളവർ വേണം നടത്താമെന്ന് പറഞ്ഞാൽ അത് വീണ്ടും തള്ളിപ്പോവുക. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് സൈക്കോളജിക്കകത്തുള്ള തിയറീസ് എല്ലാം ഇൻ്റർലിങ്ക് ആണ്, എല്ലാം കണക്റ്റഡാണ്. ആ കണക്ഷൻ ഒന്ന് മനസ്സിലാക്കി അതൊന്ന് ബോധപൂർവം പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന വിഷയമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. നമുക്കറിയാം കുട്ടികളെയാണ് നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ നമുക്കിപ്പം LP UP തലങ്ങളിൽ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ശിശു മനഃശാസ്ത്രം, രണ്ടാമത്തേത് നമ്മുടെ കൗമാര മനഃശാസ്ത്രം. അത് കുറച്ച് കാര്യമേ കടന്നു വരുന്നുള്ളൂ. മെയിൻലി നമുക്കുള്ളത് ശിശു മനഃശാസ്ത്രമാണ്, അല്ലെങ്കിൽ ശിശുക്കളുടെ വികാസവും മനഃശാസ്ത്ര രീതികളുമൊക്കെയാണ് നമുക്കിവിടെ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരു കുട്ടി എങ്ങനെ ചിന്തിക്കുന്നു, അവൻ്റെ മനോഭാവം എങ്ങനെ മാറുന്നു, അവൻ്റെ മൂഡ് സ്വിങ്സ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ ഒരു അലക്ഷനായിരിക്കുന്ന ഒരു കൊച്ചിനെ എങ്ങനെ നമുക്ക് പഠനത്തിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു കൊച്ചിനെ എങ്ങനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരാം, ഭിന്നശേഷിക്കാരായ കുട്ടികളെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം, ഇതൊക്കെയാണ് ഈ ഒരു തിയറിക്കകത്ത് നമ്മൾ പഠിക്കുന്നത്. മോശം സ്വഭാവമുള്ളൊരു കൊച്ചിനെ എങ്ങനെ നമുക്ക് നേരെയാക്കാം, ഇതൊക്കെയാണ് ഈ പറഞ്ഞ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിനകത്ത് മെയിൻലി ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈക്കോളജി പഠിക്കാൻ നിങ്ങൾ ഓർത്തിരുന്നണം, വരികൾക്കിടയിലൂടെ പഠിക്കണം. കാരണം ഒരാളുടെ തിയറിയെ വെച്ചുകൊണ്ട് മറ്റൊരാളുടെ തിയറി കണക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാച്ച് ഫോളോയും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ കറണ്ടായിട്ട് ഇഷ്ടം പോലെ ചോദിച്ച് കാണുന്നുണ്ട്. സോ എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്കറിയാം നമുക്ക് സൈക്കോളജി പഠിക്കാനായിട്ടുള്ളത് മെയിൻലി 2 ടെക്സ്റ്റ് ബുക്കാണ്. ഒന്ന് സെമസ്റ്റർ 1ഉം രണ്ടാമത്തേത് സെമസ്റ്റർ 2ലുള്ള DLED ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ പാഠ്യപദ്ധതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് ഡയറക്റ്റ് ഡിറ്റോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 2 ടെക്സ്റ്റ് ബുക്ക് പഠിച്ചാൽ തന്നെ നമുക്ക് ഒബ്വിയസ്ലി 30-ൽ ഒരു 25-ന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ ഒന്നാമത്തെ യൂണിറ്റ് നമുക്ക് പഠിക്കാനുള്ളത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, കാഴ്ചപ്പാടും പ്രയോഗവും. അതായത് എന്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രമെന്നും അതുപോലെ തന്നെ മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ എന്തൊക്കെ, അല്ലെങ്കിൽ ഏതൊക്കെ ടെസ്റ്റുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ പരീക്ഷണങ്ങളാണ് നമുക്ക് കുട്ടികളിൽ അവരുടെ മനഃശാസ്ത്രം മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതികൾ ഏതാണെന്നും അതുപോലെ തന്നെ അവരിൽ പ്രയോഗിക്കാൻ പറ്റുന്ന ഓരോ മാർഗ്ഗങ്ങൾ ഏതെന്നുമാണ് ഒന്നാമത്തെ യൂണിറ്റിനകത്ത് നമ്മൾ പറയുന്നത്.
രണ്ടാമത്തെ യൂണിറ്റ് വരുന്നത് ശിശുവികാസമാണ്. നമുക്കറിയാം കുട്ടികളുടെ വികാസം നടക്കുന്നത് മെയിൻലി നമ്മൾ പറയും പി ഫിസിക്കൽ, എസ് സോഷ്യൽ, സി കോഗ്നിറ്റീവ്, എൽ ലിംഗ്വിസ്റ്റിക്, എം മോറൽ എന്നിങ്ങനെ 5-6 ലെവലിലൂടെയാണ്. അപ്പോൾ ഈ പറയുന്ന ശാരീരികം, മാനസികം, സാൻമാർഗികം, നൈതികം, വൈജ്ഞാനികം, പിന്നെ അതുപോലെ തന്നെ നൈതികം, ഇങ്ങനെയുള്ള വികാസങ്ങളാണ് കുട്ടികളിൽ ഉണ്ടാവുന്നത്. അതാണ് ഈ പറയുന്ന രണ്ടാമത്തെ യൂണിറ്റ് പറയുന്നത്. മൂന്നാമത്തെ യൂണിറ്റ് പറയുന്നത് വ്യക്തിത്വമാണ്, പേഴ്സണാലിറ്റിയാണ്. GW ആൽപോർട്ടും അതുപോലെ തന്നെ ഉള്ള വ്യക്തികളൊക്കെ മുൻപോട്ട് വെച്ച മനുഷ്യൻ്റെ അഹം എങ്ങനെയാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളാണ് ഈ പറഞ്ഞ വ്യക്തിത്വത്തിൻ്റെ അകത്ത്. ഒരു വ്യക്തിയെ കണ്ടാൽ അവൻ്റെ വ്യക്തിത്വം എങ്ങനെ നിയന്ത്രിക്കാം, അല്ലെങ്കിൽ അവൻ്റെ വ്യക്തിത്വം എങ്ങനെ മനസ്സിലാക്കാം എന്നതാണ് മൂന്നാമത്തെ യൂണിറ്റ് പറയുന്നത്. ഈ 3 യൂണിറ്റാണ് ഒന്നാമത്തെ സെമസ്റ്ററിനകത്ത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത്. നമുക്ക് ഒന്നാമത്തെ സെമസ്റ്ററിലെ ഒന്നാമത്തെ പാഠം തന്നെ നോക്കാം. ഒന്നാമത്തെ പാഠം എന്താണ്? വിദ്യാഭ്യാസ മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നാണ്. ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ കോപ്പി ഞാനിപ്പം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. ഓക്കെ, ഇനി അത് നമുക്ക് ആവശ്യമുള്ളത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം എന്തിനാണ് നമ്മൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠിക്കുന്നത്. ആദ്യമേ തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രം അധ്യാപകരായി നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന് നോക്കിയേ, വിദ്യാഭ്യാസ മനഃശാസ്ത്രമുള്ള ധാരണ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാൻ സഹായിക്കുന്നു. 2, പാഠ്യപദ്ധതിയും സിലബസും തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്. 3, അനുയോജ്യമായ പഠന ബോധന രീതികൾ അവലംബിക്കുന്നതിന്. ഈ പറഞ്ഞതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. സിലബസ് നോക്കും, സ്കീം ഓഫ് വർക്ക് നോക്കും, അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ റിപ്പോർട്ടുകൾ നോക്കും. ഇതെല്ലാം നോക്കിക്കൊണ്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുന്ന ഒരു അധ്യാപകൻ ഈ ഒരു വിഷയങ്ങളെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ സബ്ജക്റ്റ് പെട്ടെന്ന് നമുക്ക് കുട്ടികളിലേക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ മെയിൻലി ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കുട്ടികളുടെ പ്രകൃതം മനസ്സിലാക്കാം. ഒരു ക്ലാസ്സിൽ കയറി അല്ലെങ്കിൽ 2 ക്ലാസ് ആകുമ്പോൾ തന്നെ നമുക്ക് കുട്ടികളുടെ ഒരു ഏകദേശം ഐഡിയ കിട്ടും. അവർക്ക് എന്തൊക്കെ അറിയാം, എന്തൊക്കെ അറിയില്ല, അതിൽ പ്രശ്നക്കാരായ കുട്ടികൾ ആരൊക്കെയുണ്ട്, അതിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആരൊക്കെയുണ്ട്, അതിൽ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ പ്രകാരം പുറകോട്ട് നിൽക്കുന്ന ആരൊക്കെയുണ്ട്. ഇതുപോലുള്ള ഒരു പ്രകൃതം നമുക്ക് കിട്ടും കുട്ടികളുടെ. പിന്നെ വിലയിരുത്തൽ പ്രവർത്തനം ശാസ്ത്രീയമായി നടത്തുന്നതിനുള്ള അവാഹം നേടുന്നതിന് നമുക്കറിയാം വിലയിരുത്തൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മൂല്യനിർണ്ണയം, അതുപോലെ തന്നെ അസസ്മെൻറ്റും ഇവാലുവേഷനും എല്ലാം തന്നെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് മുറിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ആ ഒരു പ്രവർത്തനം ശാസ്ത്രീയമായിട്ട് സയൻറ്റിഫിക് ആയിട്ട് നടത്തുന്നതിനും അതിലൊരു അവയർനെസ് നേടുന്നതിനും. പിന്നെ ക്ലാസ് റൂമിൽ നടക്കുന്ന ഒരു പ്രശ്ന പരിഹരണത്തിന്. ഇപ്പം ക്ലാസ് റൂമിൽ 2 കുട്ടികൾ തമ്മിൽ ബഹളമായി, വഴക്കായി, അടിയായി, പിച്ചായി, മാന്തായി, പ്രശ്നം വഷളായി. ആ ഒരു പ്രശ്നം നമ്മൾ പരിഹരിക്കണമെങ്കിൽ നമ്മളവിടെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, 2 കൂട്ടരെ സമാധാനിപ്പിക്കണം. അപ്പം മനഃശാസ്ത്രം പഠിക്കുന്ന ഒരു അധ്യാപകൻ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കും, അവരുടെ ഇമോഷനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് പഠിക്കും, അവരെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് പഠിക്കും. ഇതൊക്കെയാണ് ഈ പറയുന്ന വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ അത് പറയുന്നത്. പിന്നെ വ്യക്തി വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞ് ഇടപെടുന്നുണ്ട്. ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻസ് ആണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ 30 പിള്ളേരുടെ ക്ലാസ്സിൽ 1 or 2 എണ്ണേ കാണത്തുള്ളൂ, മാക്സിമം പോയാൽ 1 എണ്ണമൊക്കെ കാണത്തുള്ളൂ. ഈ പറഞ്ഞ എക്സ്ട്രാ ഓർഡിനറി, ബാക്കി എല്ലാം തന്നെ ആവറേജും അതിനും താഴെ ആയിരിക്കും റേഞ്ച് ഉള്ളത്. അപ്പോൾ ആ കുട്ടികളുടെ വ്യക്തി വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് അവരുടെ ഏതാണാവോ പാടായിട്ടുള്ള മേഖലകൾ, ആ മേഖലകൾ നമ്മൾ മനസ്സിലാക്കി അവരെ പഠനത്തിൽ മികവാർന്ന നല്ല വ്യക്തികളാകുന്ന വ്യക്തിത്വത്തിന് ഉടമകളാകുന്ന രീതിയിൽ വാർത്തെടുക്കുകയാണ് നമ്മൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠിക്കുന്നതുകൊണ്ടുള്ള ലക്ഷ്യമായിട്ട് വരുന്നത്. പിന്നെ അധ്യാപകന് തൻ്റെ വൈവിധ്യം വർദ്ധിപ്പിക്കുന്നതിന് നമ്മുടെ കഴിവുകൾ, നമ്മുടെ കഴിവുകേടുകൾ, നമ്മുടെ പോരായ്മകൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അധ്യാപകൻ എൻ്റെ തൊഴിലിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും. നമുക്കറിയാം നമ്മുടെ തൊഴിലെന്ന് പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കുക, സമൂഹത്തിൽ നല്ല വ്യക്തികളാക്കി മാറ്റുക, നല്ല വ്യക്തിത്വമുള്ള നല്ല സമൂഹത്തിൽ ഇടപെടാനും അതുപോലെ തന്നെ സമൂഹത്തിൽ നല്ലവരായി ജീവിക്കാനുള്ള വ്യക്തികളാക്കി മാറ്റുക എന്നതാണ് കുട്ടികളുടെ ഒരു പ്രധാനമായിട്ടുള്ള അധ്യാപകൻ പഠിപ്പിക്കുന്നതിനുള്ള ലക്ഷ്യം. അത് അനുസരിച്ച് അവൻ്റെ തൊഴിലിനെ ആ ഒരു രീതിയിലൂടെ കണ്ടുകൊണ്ട് അതൊരു സർവീസായിട്ട് തന്നെ, ഒരു സേവനമായി തന്നെ മുൻപോട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിലൂടെ നമുക്ക് നല്ല അധ്യാപകരായിട്ട് മാറുവാനായിട്ട് സാധിക്കും. ഇതും ഈ പറഞ്ഞ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യത്തിന് അതും വരുന്നതാണ്. വേണമെങ്കിൽ ചോദിക്കാം, താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പ്രസക്തിക്കകത്ത് പെടുന്നതേത്, അല്ലെങ്കിൽ പ്രസക്തിയും പ്രാധാന്യം എന്ന വിഷയത്തിൽ പെടുന്നതേത് എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒരു വട്ടം വായിച്ചാൽ മതി, നമ്മുടെ മനസ്സിലിത് കയറും. അടുത്തതാണ് നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ നമുക്കറിയാം
നമ്മൾ വിദ്യാഭ്യാസ മനഃശാസ്ത്ര ഗവേഷണ ഉപാധിക രീതികൾ, അതായത് നമുക്കറിയാം എല്ലാ വിദ്യാഭ്യാസ മനഃശാസ്ത്രം മാത്രമല്ല നമുക്ക് പഠിക്കാനായിട്ടുള്ള മനഃശാസ്ത്ര രീതി എന്ന് പറയുന്നത്. നമുക്കറിയാം സൈക്കോളജിക്കകത്ത് തന്നെ പല ബ്രാഞ്ചസ് ഉണ്ട്. ക്രിമിനൽ സൈക്കോളജി ഉണ്ട്, അബ്നോർമൽ സൈക്കോളജി ഉണ്ട്, ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സൈക്കോളജീസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ മാനസികമായിട്ടുള്ള പ്രശ്നം നേരിടുന്നിടത്തുള്ള സൈക്കോളജി ഉണ്ട്, മനഃശാസ്ത്രമുണ്ട്. അതുപോലെ തന്നെ ക്രിമിനൽസിനെ നേരിടുന്ന ക്രിമിനൽ സൈക്കോളജി ഉണ്ട്. പിന്നെ രോഗം ബാധിച്ചവരെ അതിൽ നിന്ന് പൂർണ്ണമാക്കാനായിട്ടുള്ള ആ ടൈപ്പിലുള്ള സൈക്കോളജി ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രായമാകുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ മനസ്സിന് ബലം കൂട്ടാനും അങ്ങനെയൊക്കെയുള്ള സൈക്കോളജി ഉണ്ട്. സൈക്കോളജിയുടെ പല ബ്രാഞ്ചസാണ് ഇതെല്ലാം. അവിടെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, എഡ്യൂക്കേഷൻ സൈക്കോളജിയാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. എന്തിനാണ് എന്ന് ചോദിച്ചാൽ കുട്ടികളുടെ പ്രകൃതം മനസ്സിലാക്കാനും അധ്യാപകരുടെ പ്രകൃതം മനസ്സിലാക്കാനും കുട്ടികളുടെ മനസ്സിനെ നിരീക്ഷിക്കുവാനും അവരുടെ കാര്യങ്ങൾ നേരിട്ട് കാണുന്ന അധ്യാപകൻ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് വേണ്ട പരിഹാര മാർഗങ്ങളൊക്കെ അവലംബിക്കുവാനായിട്ടാണ് ഈ പറഞ്ഞ നമ്മുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം രൂപം കൊള്ളുന്നത്. അവിടെ നമ്മൾ കുട്ടികളെ മനസ്സിലാക്കാനും അവർക്ക് വേണ്ടി പഠിക്കുവാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് തന്ത്രങ്ങളുണ്ട്. ഏകദേശം ഒരു 15 തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. നോക്കിയേ, മനഃശാസ്ത്ര ഗവേഷണ ഉപാധിക രീതികൾ. ഇനി താഴോട്ടുള്ളത് ബേസിൽ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ, എല്ലാ ശാസ്ത്രശാഖകളും സത്യാന്വേഷണത്തിന് തനതായ രീതികളും ഉപാധികളും സ്വീകരിക്കാറുണ്ട്. ഇത്തരം ഇതര ശാസ്ത്രശാഖകളെ പോലെ മനഃശാസ്ത്രത്തിനും ഇത്തരം രീതികളുണ്ട്. എല്ലാ തരം മനഃശാസ്ത്ര രീതികളും ഉപാധികളും കാലാനുസൃതമായ കൂട്ടിച്ചേരലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം മാർഗങ്ങളിൽ പ്രധാനമായവയാണ് ചർച്ച ചെയ്യാനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓർത്തിരിക്കണം, കുട്ടികളുടെ അവരുടെ പ്രകൃതം മനസ്സിലാക്കുവാനും അവർക്ക് വേണ്ടി അവരുടെ രീതികളും അവരുടെ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കാണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന രീതികളാണ് ഇനിയും പറയുന്ന രീതികൾ. ഇത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. താഴേക്ക് വരുന്നതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ എല്ലാ വട്ടവും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയോ, 30-ൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഈ ഒരു പാർട്ടിയും തന്നെയാണ് കേട്ടോ. സോ ഇത് പഠിക്കണം. ഒന്നാമത്തേത് ആത്മനിഷ്ഠാ രീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും. എന്താണ് ഇൻട്രോസ്പെക്ഷൻ എന്ന 2 വാക്കുകൾ കൂടി ചേർന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് ഇൻട്ര എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് എന്ന അർത്ഥം, ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ പരിശോധന. ഇല്ലേ, നമുക്കൊക്കെ സ്കൂളിൽ വരുന്നതാണ് ഇൻസ്പെക്ഷൻ വരും. അപ്പം ഇൻട്ര എന്ന് പറഞ്ഞാൽ ഇൻസൈഡ്, ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ പരിശോധന. അപ്പോൾ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലുക്കിംഗ് ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കലിനെയാണ് ഇതിൻ്റെ പ്രാധാന്യം. അതായത് ഞാൻ എൻ്റെ മനസ്സിലേക്ക് തന്നെ ഞാൻ എത്തി നോക്കുന്നു. ഞാൻ ആരാണ്, എൻ്റെ പഠന രീതികൾ എന്തൊക്കെയാണ്, എൻ്റെ ചിന്തകൾ എന്തൊക്കെയാണ്, ഞാൻ ശരിയായ രീതിയിൽ പഠിക്കുന്നുണ്ടോ, എനിക്ക് എന്തൊക്കെ പോരായ്മകളാണുള്ളത്, എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്, എൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, എന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ ആഗ്രഹം ആരാകാനായിട്ടാണ്, എൻ്റെ വികാരങ്ങളെ ഏതൊക്കെയാണ് നിയന്ത്രിച്ചാൽ ഞാൻ നന്നാവും. ഇങ്ങനെയൊക്കെയുള്ള സ്വന്തം മനസ്സിലേക്ക് തന്നെ എത്തി നോക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഇൻട്രോസ്പെക്ഷൻ അഥവാ ആത്മനിഷ്ഠാ രീതി എന്ന് പറയുന്നത്. കണ്ടോ, ഈ രീതിയിൽ ഒരാൾ സ്വന്തം മാനസിക അവസ്ഥകളെയും പ്രക്രിയകളെയും മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് വിവരിക്കുകയും വിശകലന വിധേയമാക്കുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്: 1 ചിന്തകൾ, 2 വികാരങ്ങൾ, 3 ഉത്കണ്ഠകൾ, 4 ആഗ്രഹങ്ങൾ, 5 പ്രതീക്ഷകൾ തുടങ്ങിയ മാനസിക പ്രതിഭാസങ്ങൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ നമ്മുടെ സ്വന്തം മനസ്സിലേക്ക് നമ്മൾ എത്തി നോക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളൊന്ന് ആലോചിച്ച് നോക്കി ഇല്ലേ, നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് ഇല്ലേ. ഈ പ്രശ്നങ്ങളൊക്കെ എന്താണ്? നമ്മൾ ഇൻട്രോസ്പെക്ഷൻ ചെയ്യുകയാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ സ്വയമേ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് ആലോചിച്ച് കൂട്ടുന്നതിൽ എന്താണ് ഈ പറഞ്ഞ ഇൻട്രോസ്പെക്ഷൻ രീതി അല്ലെങ്കിൽ ആത്മനിഷ്ഠാ രീതിയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയും ഇത് കണ്ടുപിടിച്ച വ്യക്തികളുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. വുഡും ടിച്ച്നറും എന്നിവരാണ് ഈ രീതിയുടെ പ്രമുഖമായിട്ടുള്ള വക്താക്കൾ. ഈ രീതി ആദ്യമായി ഉപയോഗിച്ചത് വുഡാണ്. ഈ രീതിയിൽ കൂടുതൽ ശാസ്ത്രീയവും കൃത്യവുമാക്കിയത് ടിച്ച്നറാണ്. അപ്പോൾ ഓർത്തിരിക്കണം, ആത്മനിഷ്ഠാ രീതി കണ്ടുപിടിച്ചത് വുഡും ടിച്ച്നറും. അതിൽ ആദ്യമായി ഉപയോഗിച്ചത് വുഡാണ്, കൂടുതൽ ശാസ്ത്രീയവും കൃത്യതയുമാക്കിയത് ടിച്ച്നറാണ്. 2 പേരുടെയും കൂടി കൊലാബറേഷൻ കൂടിയാണ് നമുക്ക് ഈ പറഞ്ഞ ആത്മനിഷ്ഠാ രീതി നമ്മുടെ മുൻപിലേക്ക് വന്നത്. പിന്നെ ഇതിനൊരു പോരായ്മയാണ് കേട്ടോ. സ്വാഭാവികതയും ഏത് സാഹചര്യത്തിലുമുള്ള നിർവഹണ സാധ്യതയും ഈ രീതിയുടെ സവിശേഷമാണെങ്കിലും
വിശ്വാസ്യത, ശാസ്ത്രീയത എന്നീ ഘടകങ്ങൾ വേണ്ടത്രയുണ്ടെന്ന് പറയാൻ കഴിയുകയില്ല. ശരിയല്ലേ പറഞ്ഞത്? ഇപ്പം ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുക, നിങ്ങൾ എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും കുഴപ്പമില്ലാതെ പഠിക്കുന്നുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ പഠിക്കുന്ന പുസ്തകം പോലും തുറക്കുന്നില്ലായിരിക്കും അല്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു വിശ്വാസ്യത ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ശാസ്ത്രീയത, സയൻറ്റിഫിക്കായിട്ട് നമുക്ക് ഒരാളുടെ മനസ്സിനെ നോക്കിക്കൊണ്ട് ഇവൻ അങ്ങനെ പെരുമാറുന്ന ഒരുത്തനാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിക്ക് വിശ്വാസ്യതയും ശാസ്ത്രീയതയും ഇല്ല. ഒരു ഒരു ഫെയ്ത്തും അതുപോലെ തന്നെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഇവന് കൊടുക്കാനായിട്ട് കഴിയത്തില്ല. അതുപോലെ തന്നെ കുട്ടികളിലും അസാധാരണ മാനസിക അവസ്ഥകളിലും ഈ രീതി പ്രയോഗമായില്ല. ശരിയല്ലേ പറഞ്ഞത്? കൊച്ചു കുട്ടികളിൽ പോയിട്ട് നിങ്ങളുടെ വികാരങ്ങൾ എന്നൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അവരെ കൊണ്ട് പറയിക്കാൻ സാധിക്കത്തില്ല. ഇനി മാനസിക പിരിമുറുക്കളിലൂടെ കടന്നു പോകുന്ന ഒരാളോട് ചെന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻട്രോസ്പെക്ഷൻ നടത്താൻ എന്ന് പറഞ്ഞാൽ ഈ രീതിയൊന്നും പ്രായോഗികമാകത്തില്ല. അപ്പോൾ ഓർത്തിരിക്കണം, ഈ ആത്മനിഷ്ഠ രീതി പ്രായോഗികമാകുന്നത് നോർമൽ കണ്ടീഷനിൽ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരിലായിരിക്കും. അല്ലാതെ കൊച്ചു കുട്ടികളിലോ പ്രായം കൂടിയവരിലോ അല്ലെങ്കിൽ മാനസികാവസ്ഥ പിരിമുറുക്കമുള്ളവരിലോ ഒന്നും ഈ രീതി പ്രായോഗികമായില്ല. ഇതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. അപ്പോൾ ഓർത്തിരിക്കണം, എന്താണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ തൻ്റെ മനസ്സിലേക്ക് തന്നെത്താനെ എത്തി നോക്കുന്നതിന് പറയുന്ന പേരാണ് ഇൻട്രോസ്പെക്ഷൻ. കണ്ടുപിടിച്ചത് വുഡ് ടീച്ചർ കേട്ടോ. ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി ഈ ഒരു ഭാഗത്ത് നിന്ന്. എന്താണ് നമ്മുടെ ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ്, ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശോധന. അപ്പം ഒരാൾ സ്വന്തം മനസ്സിലേക്ക് തന്നെ എത്തി നോക്കുന്നതിന് പറയുന്ന പേരാണ് ഇൻട്രോസ്പെക്ഷൻ. കണ്ടുപിടിച്ചത് വുഡ് ടീച്ചർ. ഇത്ര എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉള്ളത്. രണ്ടാമത്തെ രീതിയാണ് നിരീക്ഷണ രീതി. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല, എന്നാലും ഓർത്തിരിക്കണം എന്താണ് നിരീക്ഷണ രീതി. കേട്ടോ, ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ, ഈ വാക്ക് നോക്കിയിരിക്കണം, നമ്മൾ ഇനിയും പോകുന്ന ടെക്സ്റ്റ് ബുക്കിനകത്ത് എല്ലായിടത്തും കാണുന്നതാണ് വ്യവഹാരം, വ്യവഹാരം, വ്യവഹാരം. എന്താണ് വ്യവഹാരം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അറിയാവോ? വ്യവഹാരം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? അറിയാവോ വ്യവഹാരം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? അറിയാവോ വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? നമ്മളെപ്പോഴും കാണുന്നല്ലേ വ്യവഹാരവാദം, വ്യവഹാരവാദികളാണ്, കുട്ടികളുടെ വ്യവഹാരം നമ്മൾ മനസ്സിലാക്കണം അല്ലേ? എന്താണ് വ്യവഹാരം എന്ന് പറഞ്ഞാൽ? എന്നാ വ്യവഹാരം എന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ വ്യവഹാരം എന്നാന്ന് ചോദിച്ചാൽ എന്നതാണ് നിങ്ങൾ പറയേണ്ടത്? ബിഹേവിയർ കേട്ടോ, അല്ലെങ്കിൽ പെരുമാറ്റം കേട്ടോ. ഓർത്തിരുന്നോണം, ഈ പരീക്ഷ പേപ്പർ മിക്കപ്പോഴും കാണുന്നൊരു വാക്കാണ് വ്യവഹാരം, വ്യവഹാരം. ഇനിയും പോകുന്ന ടെക്സ്റ്റ് ബുക്കിനകത്ത് എല്ലാം തന്നെ നമ്മൾ കാണുന്നതാണ് വ്യവഹാരം, വ്യവഹാരം. ഈ വ്യവഹാരം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഒരാളുടെ പെരുമാറ്റം, അല്ലെങ്കിൽ ഒരാളുടെ ബിഹേവിയർ, അല്ലെങ്കിൽ ഒരാളുടെ നമ്മൾ കാണുന്ന ഒരാളുടെ രീതികളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതിന് പറഞ്ഞ പേരാണ് വ്യവഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ തത്സമയം തന്നെ നേരിട്ട് നിരീക്ഷിക്കുന്ന രീതിയാണ് നിരീക്ഷണ രീതി എന്ന് പറയുന്നത്. സ്വഭാവ പഠനത്തിൻ്റെ ആദ്യകാല രീതിയാണിത് ഇല്ലേ? ശരിയല്ലേ? നമ്മുടെ കുട്ടികളെ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നിരീക്ഷിച്ചുകൊണ്ടാണ് അല്ലേ? നമുക്ക് ചില ക്ലാസ്സിൽ ചെന്നാൽ 1 മണിക്കൂർ നിന്നാൽ തന്നെ മനസ്സിലാവും അതിൽ ആരൊക്കെയാണ് മിടുക്കർ, ആരൊക്കെയാണ് ഉഴപ്പന്മാർ, ഏതൊക്കെയാണ് പഠിക്കാതെ പുറകോട്ടിരിക്കുന്നവർ, ആരൊക്കെയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ പറയത്തില്ലേ ഈ അറ്റൻഷൻ ഡെഫിക്റ്റ് ഉള്ള കുട്ടികൾ. ഇതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. എന്തുകൊണ്ടാണ് കിട്ടിയത്? നമ്മൾ അവരുടെ അടുത്ത് പോയി ചോദിച്ചോ അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ നടത്തിയോ? ഇല്ല, നമ്മൾ എന്ത് ചെയ്തവരെ നിരീക്ഷിച്ചു. അപ്പം ഒബ്സർവേഷൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സ്വഭാവ പഠന രീതികൾ. ആധുനിക കാലത്ത് നിരീക്ഷണത്തിന് ഉപയോഗിക്കാവുന്ന ഒട്ടേറെ ശാസ്ത്രീയ ഉപകരണങ്ങൾ ലഭ്യമാണ്. വ്യവഹാരവാദത്തിൽ ഏർപ്പെടുത്തുന്ന വ്യക്തി ഗ്രൂപ്പ് അറിയാതെ നിരീക്ഷിക്കുമ്പോൾ അത് പരോക്ഷ നിരീക്ഷണവും, അതായത് നമ്മളിപ്പോൾ നിരീക്ഷിക്കുന്ന വ്യക്തി അറിയാതെയാണ് നിരീക്ഷിക്കുന്നതെങ്കിൽ അത് പരോക്ഷ നിരീക്ഷണമെന്നും, ഇനിയും നിരീക്ഷകൻ കൂടി അറിഞ്ഞ് നിരീക്ഷണ വിധേയമാണെങ്കിൽ അത് ഭാഗഭാഗിത്വ നിരീക്ഷണമെന്നും പറയുന്നു. 2 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഒബ്സർവേഷൻ അഥവാ നിരീക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ നമ്മൾ നേരിട്ട് നിരീക്ഷിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് വ്യവഹാര രീതി എന്ന് പറയുന്നത്. അത് 2 തരത്തിലുണ്ട്. ഒന്ന് പരോക്ഷ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ നിരീക്ഷിക്കപ്പെടുന്ന വ്യക്തി അറിയാതെ അദ്ദേഹത്തെ നമ്മൾ സ്പൈ വർക്ക് ചെയ്യാമെന്ന് പറയും. ഈ പോലീസുകാരൊക്കെ ഇറങ്ങി ചെയ്തില്ലേ സ്പൈ വർക്ക്, അതാണ് പരോക്ഷ നിരീക്ഷണം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെയാണ് ഭാഗഭാഗിത്വ നിരീക്ഷണം. എനിക്കറിയാം എന്നെ ഒരാൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, അങ്ങനെ വളരെ കെയർഫുള്ളായിട്ട് ഞാൻ നടക്കുകയാണെങ്കിൽ അത് ഭാഗഭാഗിത്വ നിരീക്ഷണം എന്ന് പറയും. ഈ 2 തരത്തിലുള്ള നിരീക്ഷണമാണ് നമുക്കുള്ളത്. ഇനിയും നിരീക്ഷണം ഫലപ്രദമാകണമെങ്കിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ് വേണം. ഉപകരണങ്ങളുടെ അല്ലെങ്കിൽ ക്യാമറ, ടേപ്പ്, വീഡിയോ പട്ടികൾ, സ്ക്രീനുകൾ എന്നിവയുടെ
യുക്തിപരമായിട്ടുള്ള ഉപയോഗം വേണം, നിരീക്ഷകൻ്റെ മികച്ച വൈവിധ്യം വേണം, നിരീക്ഷകൻ്റെ സ്വാധീനരഹിതവും വസ്തുനിഷ്ഠവുമായിട്ടുള്ള സമീപനം വേണം, വേഗത്തിലും കൃത്യവുമായിട്ടുള്ള റെക്കോർഡിംഗ് എന്നിവ ഇവിടെ അനിവാര്യമാണ്. അപ്പോൾ ഓർത്തിരിക്കണം, നിരീക്ഷണത്തിന് വേണ്ട ആൾക്കാരാണ് എന്ത്, ഉപകരണങ്ങളുടെ കൃത്യമായിട്ടുള്ള ഉപയോഗം, പിന്നെ നിരീക്ഷകൻ്റെ വൈവിധ്യം, പിന്നെ നിരീക്ഷകൻ്റെ സ്വാധീനരഹിതവും വസ്തുനിഷ്ഠമായിട്ടുള്ള സമീപനം. ഇപ്പം നിരീക്ഷിക്കപ്പെടുന്ന ഒരാൾ അയാളോട് എന്ന് പറയാം, എടാ നിന്നെ ഒരാൾ നിരീക്ഷിക്കുന്നുണ്ട്, നീ കെയർഫുള്ളായിട്ട് മാത്രമേ, നീ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്ത് നടക്കാവുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞാൽ ആ നിരീക്ഷണം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല, അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ട് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അങ്ങനെ വരുമ്പോൾ ആ ഒരാൾ സിൻസിയറായിട്ട് തന്നെ നിരീക്ഷണം നടത്തണം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനിയും ശേഖരിപ്പിക്കുന്ന വിവരങ്ങളുടെ ഉയർന്ന വിശ്വാസ്യത നിരീക്ഷണ രീതിയുടെ മേന്മയാണെങ്കിലും യോഗ്യതയുള്ള നിരീക്ഷകരുടെ കുറവും, അതാണ് ഞാൻ പറഞ്ഞത്, യോഗ്യതയുള്ളവരെ കിട്ടാൻ പാടാണ്. നിരീക്ഷക പക്ഷപാതവും വിവരങ്ങളുടെ രേഖീകരണ വൈഷമ്യവും പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ക്ലാസ് മുറിയിൽ പല സന്ദർഭങ്ങളിലും ഈ രീതി സഹായകരമാണ് കേട്ടോ. ഓർത്തിരിക്കണം, നമ്മുടെ രണ്ടാമത്തെ രീതിയാണ് നിരീക്ഷണ രീതി. നിരീക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബിഹേവിയർ അല്ലെങ്കിൽ ഒരാളുടെ വ്യവഹാരത്തെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ട് നിരീക്ഷിക്കുന്ന രീതിയാണ് നിരീക്ഷണ രീതി. രണ്ട് തരത്തിലുണ്ട്, ഒന്ന് പ്രത്യക്ഷ നിരീക്ഷണവും, രണ്ട് പരോക്ഷ നിരീക്ഷണവും. പരോക്ഷ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ വ്യക്തി അറിയാതെ നിരീക്ഷിക്കുന്നു. പ്രത്യക്ഷ അല്ലെങ്കിൽ ഭാഗഭാഗിത്വ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ വ്യക്തി അറിഞ്ഞുകൊണ്ട് നിരീക്ഷിക്കുന്നു കേട്ടോ. ആ കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. മൂന്നാമത്തെയാണ് പരീക്ഷണ രീതി. ചോദ്യങ്ങൾ സ്ഥിരം ചോദിക്കുന്ന ഒരെണ്ണമാണ്. നോക്കിയേ, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി ജർമ്മനിയിൽ 1879 സ്ഥാപിച്ച വില്യം വുണ്ടാണ് പരീക്ഷണ രീതിക്ക് പ്രചാരം നേടിക്കൊടുത്തത്. ഓർത്തിരിക്കണം, പരീക്ഷണ രീതിയുടെ വക്താവാണ് വില്യം വുണ്ട് കേട്ടോ. വില്യം വുണ്ടാണ് പരീക്ഷണ രീതിയുടെ വക്താവ്. മനഃശാസ്ത്രത്തിന് കൂടുതൽ വസ്തുനിഷ്ഠത നേടിക്കൊടുത്ത് അതിനെ ഒരു ശാസ്ത്രീയമായി വികസിപ്പിക്കുന്നതിൽ ഈ രീതി വലിയ പങ്ക് വഹിച്ചു. പലവട്ടം ചോദിച്ച ചോദ്യമാണ്. മനഃശാസ്ത്രത്തിന് കൂടുതൽ വസ്തുനിഷ്ഠത നേടിക്കൊടുത്ത രീതി ഏതാണ്? രീതി പരീക്ഷണ രീതിയാണ്. മനഃശാസ്ത്രത്തിന് കൂടുതൽ വസ്തുനിഷ്ഠത നേടിക്കൊടുത്ത രീതിയാണ് പരീക്ഷണ രീതി. ഇനിയും പരീക്ഷണ രീതിയിൽ ഒരു സംഭവം ഉണ്ടാകുന്നതിൻ്റെ വ്യവസ്ഥകളും സാഹചര്യങ്ങളും പരീക്ഷകൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. പരീക്ഷകന് സാഹചര്യങ്ങളെ വ്യത്യസ്തമാക്കാനും നിരീക്ഷിക്കാൻ കഴിയും. പരീക്ഷണവും നിരീക്ഷണങ്ങളും എങ്ങനെയാണെന്ന് മനഃശാസ്ത്ര ഗവേഷണത്തിൻ്റെ വളർച്ചയിൽ പങ്കുവെച്ചെന്ന് രണ്ടാം സെമസ്റ്റർ നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. ഇപ്പോൾ ഓർത്തിരിക്കണം, പരീക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് സ്ഥാപിച്ചത് വില്യം വുണ്ടാണ്. ഏത് 1879 ആദ്യത്തെ മനഃശാസ്ത്ര ഗവേഷണ മനഃശാസ്ത്ര ലബോറട്ടറി ജർമ്മനിയിൽ അദ്ദേഹം സ്ഥാപിച്ചുകൊണ്ടാണ് പരീക്ഷണ രീതിക്ക് തുടക്കമിട്ടത്. അതുപോലെ തന്നെ മനഃശാസ്ത്രത്തിന്, ഈ ലൈൻ പ്രത്യേകം ശ്രദ്ധിക്കണം, പല വാർത്ത ചോദിച്ചാണ്, മനഃശാസ്ത്രത്തിന് കൂടുതൽ വസ്തുനിഷ്ഠത നേടിക്കൊടുത്ത അതിനെ ഒരു ശാസ്ത്രീയമായി വികസിപ്പിച്ച ഒരു രീതിയാണ് നമ്മുടെ പരീക്ഷണ രീതി എന്ന് പറയുന്നത്. നാലാമത്തെ രീതിയാണ് അഭിമുഖം. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് നോക്കാം. നമുക്കറിയാം എന്താണ് അഭിമുഖം. നമ്മളൊക്കെ ഈ പറഞ്ഞ കാറ്റൊക്കെ പാസ്സായി LPSC UPSC എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത കടമ്പയാണ് അഭിമുഖം എന്ന് പറയുന്നത്. നമ്മൾ നേരിട്ട് അവർ ഇൻ്റർവ്യൂവിന് കോൾ ചെയ്യും. ഇൻ്റർവ്യൂവിന് ചെയ്താൽ എന്താണ്, ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി രണ്ടോ അതിലധികമോ വ്യക്തികൾ നടത്തുന്ന മുഖാമുഖ സംഭാഷണത്തിന് പറഞ്ഞ പേരാണ് അഭിമുഖം. വ്യവഹാരത്തിൻ്റെ വിവിധ മാനങ്ങൾ കണ്ടെത്താനും വ്യക്തമായ ഉത്തരത്തിലേക്ക് നയിക്കുന്ന ചോദ്യങ്ങളുടെ രൂപപ്പെടുത്താനുമുള്ള ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളിൻ്റെ കഴിവിനെ ആശ്രയിച്ചാണ് അഭിമുഖത്തിൻ്റെ വിജയം. അഭിമുഖം പൊതുവായി രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സുഘടിതം, രണ്ട് സുഘടിതമല്ലാത്തത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി. അഭിമുഖം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി, ഇപ്പം നമ്മുടെ LPSC UPSC ഇൻ്റർവ്യൂ ഒക്കെ ഇനി നടക്കാൻ പോവാണ്. നവംബർ ഡിസംബർ കാലയളവിലൊക്കെ നടക്കും. അങ്ങനെ വരുമ്പോൾ അവിടെ എന്താ വരുന്നത്, നമ്മുടെ ടീച്ചറാകാൻ അവൻ കേപ്പബിൾ ആണോ, അല്ലെങ്കിൽ ഈ കൊച്ച് കേപ്പബിൾ ആണോ അല്ലയോ എന്ന ലക്ഷ്യമാണ് അവിടെ ഉള്ളത്. അല്ലെങ്കിൽ നല്ല രീതിക്ക് ക്ലാസ് എടുക്കാൻ ഇവനെ കൊണ്ട് പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു കൊച്ചിനെ കൊണ്ട് പറ്റുന്നുണ്ടോ, പെഡഗോഗിക്കലായിട്ട് അല്ലെങ്കിൽ ബോധനശാസ്ത്രപരമായിട്ട് ഉള്ള അറിവ് ഇവനുണ്ടോ, കുട്ടികളെ കൈകാര്യം ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ, ഇതൊക്കെ നോക്കുകൊണ്ടാണ് ഇവിടെയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ലക്ഷ്യമുണ്ടോ ഇല്ലയെന്ന് അറിയാനായിട്ട് വ്യക്തികളെ നേരിട്ട് വിളിച്ച് നമ്മൾ മുഖാമുഖം സംസാരിക്കും. അത് രണ്ടോ അതിലധികമോ വ്യക്തികൾ നടത്തുന്ന മുഖാമുഖ സംഭാഷണം എന്ന് പറയുന്ന പേരാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. രണ്ട് തരം, സുഘടിതം, സുഘടിതമല്ലാത്തത് കേട്ടോ. അത്ര ഓർത്തിരുന്നാൽ മതി. അഞ്ചാമത്തെയാണ് സർവേ രീതി. നമ്മളിപ്പോൾ ഒരുപാട് സ്കൂളുകളിൽ യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ് അല്ലേ. ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവക്രമത്തെ പഠിക്കാൻ ഈ രീതി സഹായകരമാണ്. പരീക്ഷണ രീതി പ്രയോഗകമല്ലാത്തത് സർവേ രീതി നമുക്ക് തിരഞ്ഞെടുക്കാം. സ്വാഭാവിക സാഹചര്യങ്ങളിൽ
വലിയൊരു ഗ്രൂപ്പിൽ നിന്നുമുള്ള വിവരശേഖരണമാണ് സർവേ. ഇത് ചോദിച്ചിട്ടുണ്ട്. സ്വാഭാവിക സാഹചര്യങ്ങളിൽ വലിയൊരു ഗ്രൂപ്പിൽ നിന്നുമുള്ള വിവരശേഖരണത്തിന് പറയുന്ന പേരെന്താണ്? അതിന് പറയുന്ന പേരാണ് സർവേ. നമുക്കറിയാം സർവേ എടുക്കാനായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും വില്ലേജിൽ നിന്നൊക്കെ ആൾക്കാർ വരും അല്ലേ? നിങ്ങളുടെ വീട്ടിൽ എത്ര തെങ്ങുണ്ട്, എത്ര ആൾക്കാരുണ്ട്? ഇനി നമ്മുടെ സെൻസസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? 2011 ശേഷം നമുക്ക് സെൻസസ് നടന്നിട്ടില്ല. നമ്മുടെ ലോക്സഭ ഇലക്ഷന് ശേഷം സെൻസസ് നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് സർവേ ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഒരു വീട്ടിൽ എത്ര വ്യക്തികളുണ്ട്, ഇന്ന വയസ്സിന് പ്രായത്തിന് മുകളിലുള്ള എത്ര പേരുണ്ട്, എത്ര കുട്ടികൾ വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് സർവേ എടുത്താണ് അവർ കണക്കുകൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ്, ഒരു സ്വാഭാവികമായിട്ടുള്ള സാഹചര്യത്തിൽ വലിയൊരു ഗ്രൂപ്പിൽ നിന്നുമുള്ള വിവരശേഖരണമാണ് ഇവിടെ നമ്മൾ നടക്കുന്നത്. അപ്പോൾ വലിയൊരു ഗ്രൂപ്പിനെ നമുക്ക് ഈ പറഞ്ഞ സർവേക്കകത്ത് നമുക്ക് കൊണ്ടുവരാം. പക്ഷേ പരീക്ഷ രീതിയാണ് നമുക്കറിയാം, ഒരു ആളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാത്രമേ നമുക്ക് പരീക്ഷണത്തിന് വിധേയമാക്കാണ്ട് അറ്റ് എ ടൈമിൽ പറ്റുകയുള്ളൂ. പക്ഷേ സർവേക്കകത്ത് അങ്ങനെയല്ല. ഒരു മാസ് ഓഫ് പീപ്പിളിനെ അല്ലെങ്കിൽ മാസ് ഓഫ് ഐറ്റംസിനെ നമുക്ക് വേണമെങ്കിൽ സർവേക്ക് വിധേയമാക്കാനായിട്ട് പറ്റും. ആസൂത്രണം, സ്റ്റെപ്പുകൾ നോക്കണം, സാമ്പിൾ തിരഞ്ഞെടുക്കൽ, വിവരശേഖരണം, വിവര വിശകലനം, നിഗമനത്തിലെത്തൽ തുടങ്ങിയ ഘട്ടങ്ങളാണ് നമ്മുടെ സർവേയിലുള്ളത്. ഓർത്തിരിക്കണം, സർവേയിലുള്ള ഘട്ടങ്ങളാണ്: 1 ആസൂത്രണം, 2 സാമ്പിൾ തിരഞ്ഞെടുക്കണം, 3 വിവരശേഖരണം നടത്തണം, 4 വിവര വിശകലനം നടത്തണം, 5 നിഗമനത്തിലെത്തണം. ഈ രീതിയിലൂടെയാണ് സർവേ രീതി കടന്നു പോകുന്നത്. ഓർത്തിരിക്കണം, 5ാമത്തെ സർവേ രീതി. ഇപ്പം നമ്മൾ ഓർത്ത് നോക്കാവോ? നമുക്ക് ഒന്നാമത് പഠിച്ചെന്തായിരുന്നു? നമ്മുടെ ഇൻട്രോസ്പെക്ഷൻ അഥവാ ആത്മനിഷ്ഠ രീതി. ഓർത്തിരിക്കാനായിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. കണ്ടുപിടിച്ചത് വുഡ് ടീച്ച്നർ അല്ലേ? എന്താണ് ഇൻട്രോസ്പെക്ഷൻ? ഒരാൾ സ്വന്തം മനസ്സിലേക്ക് എത്തി നോക്കുന്ന രീതിക്ക് പറയുന്ന രീതിയാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. 2ാമത് നമ്മൾ പഠിച്ച രീതി നമ്മുടെ നിരീക്ഷണ രീതി അല്ലെങ്കിൽ ഒബ്സർവേഷൻ. എന്താണ്? ഒരാളുടെ വ്യവഹാരത്തെ നമ്മൾ നേരിട്ട് നിരീക്ഷിക്കുന്ന രീതിയാണ് നിരീക്ഷണ രീതി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. 2 തരമുണ്ട്. 1 പ്രത്യക്ഷ നിരീക്ഷണം, 2 പരോക്ഷ നിരീക്ഷണം. പരോക്ഷ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കപ്പെടുന്ന ആൾ അറിയാതെ നിരീക്ഷിക്കുക. പ്രത്യക്ഷ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കപ്പെടുന്ന വ്യക്തി അറിഞ്ഞുകൊണ്ട് നിരീക്ഷിക്കുക. 3ാമത്തെ നമ്മൾ പഠിച്ചത് നമ്മുടെ പരീക്ഷണ രീതി. വില്യം വുണ്ട് 1879 ജർമ്മനിയിൽ സ്ഥാപിച്ച മനഃശാസ്ത്ര ലബോറട്ടറിയുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് പരീക്ഷണ രീതി നമ്മൾ ആരംഭിച്ചത്. 2ാമത് ഓർത്തിരിക്കേണ്ടത് മനഃശാസ്ത്രത്തിന് കൂടുതൽ വസ്തുനിഷ്ഠത. ആ വാക്ക് ഓർത്തിരിക്കണം, പരീക്ഷാപേപ്പറിൽ തീരെ ആവർത്തിക്കുന്നതാണ്. മനഃശാസ്ത്രത്തിന് കൂടുതൽ വസ്തുനിഷ്ഠത നേടിക്കൊടുത്ത രീതിയാണ് പരീക്ഷണ രീതി. 4ാമത്തേത് അഭിമുഖം. ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി 2ഓ അതിലധികമോ വ്യക്തികൾ നടത്തുന്ന മുഖാമുഖ സംഭാഷണമാണ് അഭിമുഖം. 5 സർവേ. എന്താണ്? സ്വാഭാവിക സാഹചര്യങ്ങളിൽ ഒരു വലിയ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് സർവേ എന്ന് പറയുന്നത് കേട്ടോ. 5 കാര്യങ്ങൾ ഇപ്പോഴേ പഠിച്ചു. അടുത്താണ് ക്ലിനിക്കൽ മെത്തേഡ്. എന്താണ് ക്ലിനിക്കൽ മെത്തേഡ്? മനോരോഗ ബാധിതരായ രോഗനിർണയത്തിനും ചികിത്സയിലുമാണ് ഇത് അധികമായും ഉപയോഗിക്കുന്നത്. ക്ലിനിക്കൽ പശ്ചാത്തലത്തിൽ അബ്നോർമൽ വ്യക്തിത്വ പ്രശ്നങ്ങൾ പഠിക്കുന്നു, കണ്ടെത്തുന്നു, വൈദ്യശാസ്ത്ര മാർഗങ്ങൾ പരിഹരിക്കുന്നു. ലെറ്റർ വിമർ കേട്ടോ, ഇത് പേര് ഓർത്തിരിക്കണം. ലൈറ്റർ വിമറാണ് ക്ലിനിക്കൽ മെത്തേഡിൻ്റെ വക്താവ് കേട്ടോ. ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. മാത്സ് ഫോളോയിങ്ങിൻ്റെ അകത്ത് ക്ലിനിക്കൽ മെത്തേഡിൻ്റെ വക്താവായിട്ട് അറിയപ്പെടുന്നതാണ് ലൈറ്റ്നർ വിമർ കേട്ടോ. ലൈറ്റ്നർ വിമറാണ് ക്ലിനിക്കൽ മെത്തേഡിൻ്റെ വക്താവായി അറിയപ്പെടുന്നത്. പിന്നീട് ഫ്രോയിഡ്, ആഡ്ലർ, യൂങ് എന്നിവർ ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു പോകുന്നു. അപ്പോൾ ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ക്ലിനിക്കലി പോകുന്നത് എന്താണ്? രോഗങ്ങളുള്ളവരാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ മനോരോഗ ബാധിതരുടെ രോഗനിർണയത്തിനും ചികിത്സയിലുമാണ് നമ്മൾ ക്ലിനിക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉപജ്ഞാതാവാരാണ് അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചാരാണ്? നമ്മുടെ ലൈറ്റ്നർ വിമറാണ് ആ രീതി കണ്ടുപിടിച്ചത്. ഓക്കെ, അടുത്തതാണ് സാമൂഹിക ബന്ധ പരിശോധന. ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒരെണ്ണമാണ് ഈ പറയുന്ന നമ്മുടെ സോഷ്യോമെട്രിക് ടെക്നിക്ക് കേട്ടോ. ഓർത്തിരിക്കേണ്ട ഒരെണ്ണമാണ്. ക്വസ്റ്റ്യൻ ഷുവറായിട്ടും ചോദിക്കും ഈ പറഞ്ഞ സോഷ്യോമെട്രിക് ടെക്നിക്കിൽ നിന്ന് കേട്ടോ. എന്താണ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഒരു ക്ലാസ്സിലേക്ക് കയറിയിട്ട് നമ്മൾ പറയുവാണ്, ഈ ക്ലാസ്സിൽ ലീഡറാകാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്നെ എടുക്കും? കുട്ടികളെല്ലാവരും തന്നെ എണ്ണീറ്റ് നിൽക്കും കൊച്ചു ക്ലാസ്സിൽ ചെന്നാൽ. പക്ഷേ നമ്മൾ ചോദിക്കുവാണ് കുട്ടികളോട്, ഈ ക്ലാസ്സിൽ ആരെയാണ് നിങ്ങൾക്ക് ലീഡർ ആക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവർ കുറച്ച് പേരുകളെ പറയത്തുള്ളൂ. ശരിയല്ലേ? നിങ്ങളല്ലേ ക്ലാസ്സിൽ ചോദിച്ചു നോക്കണം. എന്താണ് ക്ലാസ്സിൽ ലീഡർ ആകാൻ ആർക്കൊക്കെ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. പക്ഷേ ഈ ക്ലാസ്സിൽ ആരെ ലീഡർ ആക്കണമെന്നൊരു ചോദ്യം നമ്മൾ ചോദിച്ചാൽ കുട്ടികൾ വളരെ കുറച്ച് പേരുടെ പേര് മാത്രമേ പറയത്തുള്ളൂ. അതിന് കാരണം എന്തായിരിക്കും?
ആ കുട്ടികൾ, ഈ പേര് നിർദ്ദേശിക്കുന്ന കുട്ടികൾ, ആരുടെ പേരാണോ വിളിച്ചു പറയുന്ന ആ കുട്ടികൾ, അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായവും അതുപോലെ തന്നെ അവരുടെ പ്രിയപ്പെട്ട വ്യക്തികളുമായിട്ട് നിലകൊള്ളുന്ന കുട്ടികളായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരുടെ പേരുകൾ ആദ്യമേ തന്നെ നിർദ്ദേശിച്ചത്. ഇല്ല, ഇപ്പം ടീച്ചർമാരുടെ ചോദിക്കുക, ഒരു പരീക്ഷ വരുന്നുണ്ട്, ഏത് കൊച്ചിനെ കൊണ്ടുപോകാം, ടീച്ചർമാർ പറയും അല്ലേ, ഇന്ന ക്ലാസ് ഇന്ന കുട്ടികളെ കൊണ്ടുപോയാൽ നല്ലതായിരിക്കും. കാരണം എന്താണ്, അവരെ പറ്റി ഒരു മതിപ്പ് നമ്മുടെ സമൂഹത്തിനുണ്ട്, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഇടയിലുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരവിടെ മികച്ച വ്യക്തികളായിട്ട് അല്ലെങ്കിൽ മികച്ച കുട്ടികളായിട്ട് തന്നെ നിലകൊള്ളുന്നതുകൊണ്ട് തന്നെ അവരുടെ പേരുകളായിരിക്കും ആദ്യം വരുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പറഞ്ഞ സോഷ്യോമെട്രിക് ഡേറ്റിംഗ്. എന്താണ്, ഗ്രൂപ്പുകളിൽ ഒരു വ്യക്തിയുടെ സാമൂഹിക ബന്ധത്തിൻ്റെ അളവ് നിശ്ചയിക്കാനും അയാളുടെ സ്വീകാര്യതയും അയാളുടെ വിമുഖതയും എത്രമാത്രമാണെന്ന് പരിശോധിക്കാനുള്ളൊരു മാർഗമാണ് ജെഎൽ മൊറീനോ, പേര് ഓർത്തിരിക്കണം, ജെഎൽ മൊറീനോ വികസിപ്പിച്ചെടുത്ത സാമൂഹിക ബന്ധ പരിശോധന പറയുന്നത്. കേട്ടോ, ഓർത്തിരിക്കണം, എന്താണ് സാമൂഹിക ബന്ധ പരിശോധന? ഒരാൾക്ക് സമൂഹത്തിലുള്ള നിലയും വിലയും മനസ്സിലാക്കാനും അയാളോടുള്ള സ്നേഹവും അയാളോടുള്ള വിമുഖതയും സമൂഹത്തിൽ എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാനും നമ്മൾ ഉപയോഗിക്കുന്നതാണ് സാമൂഹിക ബന്ധ പരിശോധന അഥവാ സോഷ്യോമെട്രിക് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനിയും ഇതിൽ വിവിധ സാഹചര്യങ്ങളിൽ അവരോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ പേരുകളും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ പേരുകളും നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുന്നു. സാധാരണഗതിയിൽ സമൂഹങ്ങളിലാണ് ഇത്തരം പഠനം നടത്താറുള്ളത്. അത് നമുക്ക് ലൈൻ ഇമ്പോർട്ടൻ്റ് അല്ല, ഇത്ര ഓർത്തിരിക്കണം. എന്താണ്, സാമൂഹിക ബന്ധ പരിശോധന കണ്ടുപിടിച്ചത് ജെഎൽ മൊറീനോ ആണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തിലുള്ള വിമുഖതയും സ്വീകാര്യതയും മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന സോഷ്യോമെട്രിക് ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിലൊരു എക്സ്പെരിമെൻറ്റ് നടത്തിയതാണ്, അല്ലെങ്കിൽ ഒരു സർവേ നടത്തിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്ക് പഠിക്കേണ്ട, നിങ്ങൾ ഓർത്തിരിക്കണം, ഈ പറയുന്ന കോളങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് എന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, 1 മുതൽ 10 വരെയുള്ള കുട്ടികളാണ് ഈ 1, 2, 3, 4, 5, 6, 7, 8, 9 എന്ന് പറഞ്ഞ് ഇവിടെ നമ്പർ ഇട്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഈ 9 എന്ന് പറയുന്ന വ്യക്തി ഉണ്ടോ, അല്ലെങ്കിൽ 9 എന്ന് പറയുന്ന കുട്ടി ഇവിടെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ആരുടെയും സപ്പോർട്ടുണ്ടോ കൊച്ചിന്? നോക്കിക്കേ, കൊച്ചവിടെ ആരുടെയും സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ആ കൊച്ച് ഐസൊലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ആ കൊച്ച് ഏകാഗിയാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഓർത്തിരിക്കണം, ഒരു സമൂഹത്തിൽ ഒരാളെ നമ്മൾ ഒറ്റയ്ക്ക് കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം വിളിക്കപ്പെടുന്ന പേരാണ് ഏകാഗി അല്ലെങ്കിൽ ഐസൊലേറ്റഡ് പേഴ്സൺ എന്ന് പറയും. കേട്ടോ, ഓർത്തിരിക്കണം, ഒരാളൊരു സമൂഹത്തിൽ ഒറ്റയ്ക്കാണ് നിലകൊള്ളുന്നതെങ്കിൽ അദ്ദേഹത്തിന് പറയുന്ന പേരാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് പറയുന്ന പേരാണ് ഏകാഗി അല്ലെങ്കിൽ ഐസൊലേറ്റഡ് എന്ന് പറയും. രണ്ടാമതായിട്ട് നോക്കി 1നെയും 4നെയും നോക്കിയാൽ മനസ്സിലാകും. ഉണ്ടോ, 1 4നോടും 4 1നോടും എന്താണ്, സ്നേഹത്തിലാണ് അല്ലേ. 1 4നോടും 4 1നെയും റെഫർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ 1നോട് ചോദിച്ചാൽ 4ൻ്റെ പേര് പറയും, 4നോട് ചോദിച്ചാൽ 1ൻ്റെ പേര് പറയും. അതായത് 1ാമത്തെ ആളോട് ചോദിച്ചാൽ 4ാമത്തെ ആളുടെ പേര് പറയും, 4ാമത്തെ ആളോട് ചോദിച്ചാൽ അദ്ദേഹം ഒബ്വിയസ്ലി പറയപ്പെടുന്നത് 1ാമത്തെ ആളുടെ പേരുകളായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവർ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 2 പേരുള്ളതുകൊണ്ട് തന്നെ ഇവർ ട്വിൻസ്, നമ്മൾ പറയത്തില്ല ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവർ വിളിക്കപ്പെടുന്ന പേരാണ് ദ്വന്ദ്ങ്ങൾ അഥവാ ട്വിൻസ് എന്ന് പറയും. ഓർത്തിരിക്കണം, ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ അദ്ദേഹം വിളിക്കുന്ന പേര് ഏകാഗി. 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നിർദ്ദേശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പരസ്പരം കൂട്ടുകൂടുകയാണെങ്കിൽ അവർക്ക് പറയുന്ന പേര് ദ്വന്ദ്ങ്ങൾ അഥവാ ട്വിൻസ് എന്ന് പറയും. കണ്ടോ, അതായത് ദ്വന്ദ്ങ്ങൾ അഥവാ ട്വിൻസ് എന്ന് പറയും. ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ ഏകാഗി, അല്ലെങ്കിൽ ഏകാഗി കണ്ടോ ഐസൊലേറ്റഡ് ആണ്, അല്ലെങ്കിൽ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അവർക്ക് പറയുന്ന പേരാണ് ട്വിൻസ്. ഇനിയും ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, 6 എന്ന് പറയുന്ന കുട്ടി 7നെ നിർദ്ദേശിച്ചു, 7 എന്ന് പറയുന്ന കുട്ടി 2നെ നിർദ്ദേശിച്ചു, 2 എന്ന് പറയുന്ന കുട്ടി 6നെ നിർദ്ദേശിച്ചു. ഇവർ 3 പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടോ, ഒരാളാണെങ്കിൽ ഏകാഗി, 2 പേരാണെങ്കിൽ ദ്വന്ദ്ങ്ങൾ, 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആണെങ്കിൽ അവർക്ക് പറയുന്ന പേരാണ് ക്ലിക്കുകൾ. കേട്ടോ, ഓർത്തിരിക്കണം, പേരുകൾ ക്ലിക്കുകൾ. മിക്കപ്പോഴും പരീക്ഷ പേപ്പറിൽ ഈ ഒരു പിക്ചർ തന്നിട്ട് ഏത് സാമൂഹിക ബന്ധ പരിശോധനയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, 3 പേരുടെ പടമാണ് മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. 3 പേർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബന്ധിപ്പിച്ച് പോവുകയാണെങ്കിൽ അവർക്ക് പറയുന്ന പേരാണ് ക്ലിക്കുകൾ. ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ ഐസൊലേറ്റഡ് അല്ലെങ്കിൽ ഏകാഗി,
2 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അവർ ദ്വന്ദ്ങ്ങൾ അഥവാ ട്വിൻസ് എന്ന് പറയും. 3 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അവർക്ക് പറയുന്ന പേരാണ് ക്ലിക്കുകൾ. അപ്പം 3 പേരായി. ഇനി നോക്കി, ഇവിടെ ഒരു കുഴപ്പമുണ്ട്. 5ാമത്തെ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ എന്തോ ഒരാളാണ് അല്ലേ. 10ാമത്തെ ആളോട് ചോദിച്ചപ്പോൾ 5ൻ്റെ പേരാണ് പറഞ്ഞത്. 3ാമത്തെ ആളോട് ചോദിച്ചപ്പോൾ 5ൻ്റെ പേരാണ് പറഞ്ഞത്. 8ാമത്തെ ആളോട് ചോദിച്ചപ്പോൾ 5ൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പോൾ 5 അവിടെ ആരോ ആണല്ലോ. അപ്പോൾ 5 പറയുന്നതാണ് അവിടെ സ്റ്റാർ എന്ന് പറയും. അല്ലെങ്കിൽ ഒരാളെ തന്നെ ഒന്നിലധികം ആൾക്കാർ അല്ലെങ്കിൽ 2-ലധികം ആൾക്കാർ നിർദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് പറയുന്ന പേരാണ് സ്റ്റാറുകൾ അല്ലെങ്കിൽ താരങ്ങൾ എന്ന് പറയും. കണ്ടോ, അതായത് കൂടുതൽ വ്യക്തികളെ നിർദ്ദേശിക്കപ്പെടുന്ന ആളുകളാണ് സ്റ്റാറുകൾ അല്ലെങ്കിൽ താരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ 5 എന്ന് പറഞ്ഞ കൊച്ചിനെ 10ഉം 3ഉം 8ഉം നിർദ്ദേശിച്ചു. അപ്പോൾ 5ആണ് അവരുടെ ഇടയിലെ സ്റ്റാർ ആയിട്ടുള്ള കൊച്ച്. 9 എന്ന് പറയുന്ന കൊച്ച് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുവാണ്. അതുകൊണ്ട് അവന് ഏകാഗി അല്ലെങ്കിൽ ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞു. 1ാമത്തെ കൊച്ച് 4നെയും 4ാമത്തെ കൊച്ച് 1നെയും തന്നെ നിർദ്ദേശിച്ചു. അതുകൊണ്ട് നമ്മൾ അവരെ ട്വിൻസ് അഥവാ ദ്വന്ദ്ങ്ങൾ എന്ന് വിളിച്ചു. ഇനി 6ാമത്തെ കൊച്ച് 7നെയും 7ാമത്തെ കൊച്ച് 2നെയും 2ാമത്തെ കൊച്ച് 6നെയും അങ്ങനെ ഇവർ 3 പേരും തമ്മിൽ ഇൻ്റർലിങ്ക് കണക്റ്റാണ്. അതുകൊണ്ട് അവരെ നമ്മൾ അവരെ നമ്മൾ ക്ലിക്കുകൾ എന്ന് വിളിച്ചു. അപ്പോൾ ഓർത്തിരിക്കണം, ഇങ്ങനെ സമൂഹത്തിൽ കാണപ്പെടുന്ന വ്യക്തികളാണ് ഒരാളായിട്ടും 2ആയിട്ടായിട്ടും 3ആളായിട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് പേരുകൾ ഒരുമിച്ച് വരുന്നുണ്ട് അല്ലേ, ഒരു ചങ്ങല പോലെ വരുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ നമുക്കറിയാം ഈ ഗാങ് വാറൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്, ഒരാൾ ഒറ്റയ്ക്ക് വന്നിട്ടാണോ? അല്ലല്ലോ, ഒരുപാട് പേരുടെ പുറകേക്കാണ് അല്ലേ. അങ്ങനെ ഒരുപാട് പേരുടെ ഒരു കൂട്ടം വരികയാണെങ്കിൽ അവർക്ക് പറയുന്ന പേരാണ് ഗാങ്ങുകൾ. കണ്ടോ, വളരെ കൂടുതൽ അംഗങ്ങൾ ഒരു ചങ്ങല പോലെ നിർദ്ദേശിച്ചാൽ അവർക്ക് പറയുന്ന പേരാണ് ഗാങ്ങുകൾ. നമ്മുടെ ഈ പറയുന്ന സിനിമയൊക്കെ നമ്മൾ കാണുന്നല്ലേ, അവിടെ ഗാങ്സ്റ്റർ, മോൺസ്റ്റർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഗാങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ആളുകൾ ഒരു ചങ്ങല പോലെ വരികയാണെങ്കിൽ അവർക്ക് പറയുന്ന പേരാണ് ഗാങ്ങുകൾ. അപ്പം ഈ പറയുന്ന 5 പേരുകൾ ഓർത്തിരിക്കണം. സ്റ്റാർ ആരാണെന്നും ദ്വന്ദ്ങ്ങൾ ആരാണെന്നും ക്ലിക്കുകൾ ആരാണെന്നും അതുപോലെ തന്നെ ഗാങ്ങുകൾ എന്താണെന്നും ഏകാഗി എന്താണെന്നും കേട്ടോ. ഇത്രയും കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ മെയിൻലി ചോദിച്ചിരിക്കുന്നത് ഈ പറയുന്ന ക്ലിക്കുകളെയാണ് കേട്ടോ. ഈ 3 പേരടങ്ങുന്ന ക്ലിക്കുകളെയാണ് മിക്ക പരീക്ഷാപേപ്പറിലും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരെ നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ. ഇത് കണ്ടുപിടിച്ചത് സോഷ്യോമെട്രിക് ടെക്നിക്കിലൂടെ ജെ.എൽ. മൊറീനിയോയാണ് തൻ്റെ കണ്ടുപിടുത്തത്തിലൂടെ അദ്ദേഹം ഈ കാര്യം കണ്ടുപിടിച്ചത്. അപ്പോൾ ഓർത്തിരിക്കണം, ഒരുപാട് ആൾക്കാർ ഒരാളുടെ പേര് മാത്രം നിർദ്ദേശിക്കുകയാണെങ്കിൽ അവരാണ് അവരുടെ ഇടയിലെ താരം അല്ലെങ്കിൽ സ്റ്റാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പറയാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് മമ്മൂട്ടിയാണ് മോഹൻലാൽ ഇഷ്ടം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പേരേ ഉള്ളൂ അല്ലേ. സൂപ്പർ സ്റ്റാർ ആരാന്ന് നമ്മൾ പറയും മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയും അല്ലേ. ജനപ്രിയ നായകനെന്ന് വെച്ചാൽ ദിലീപ് എന്ന് പറയും. എന്താണ്, ഈ ഇടയിൽ ഒരു സ്റ്റാറാണ് അതവർ അല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാം നമുക്ക് മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ അതുപോലെ തന്നെ ഏറ്റവും നല്ല നായിക ആരെന്ന് വെച്ചാൽ നമ്മൾ ഒരാളുടെ പേര് പറയും. എന്താണ്, അവർ ഒരു സ്റ്റാർ ആയതുകൊണ്ടാണ് അല്ലേ. അപ്പം അങ്ങനെ ഒരുപാട് പേർ ഒരാളുടെ പേര് മാത്രം നിർദ്ദേശിക്കുകയാണെങ്കിൽ അവർ സ്റ്റാറാണ്. അതുപോലെ തന്നെ 2 പേർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരവിടുത്തെ ദ്വന്ദ്ങ്ങളാണ് അല്ലെങ്കിൽ ട്വിൻസാണ്. ഇനി ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം അവിടുത്തെ ഐസൊലേറ്റഡ് ആണ് അല്ലെങ്കിൽ ഏകാഗിയാണ്. ഇനിയും 3 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അവരാണ് അവിടുത്തെ ക്ലിക്കുകൾ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. ഇനിയും ഒരു കൂട്ടം ആൾക്കാർ ഒരു ചങ്ങല പോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് പറയുന്ന പേരാണ് ഗാങ്ങുകൾ കേട്ടോ. ഈ ഇത്രയും പേരുകൾ ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടുപിടിച്ചത് ജെ.എൽ. മൊറീനോ സോഷ്യോമെട്രിക് ടെക്നിക് അല്ലെങ്കിൽ സാമൂഹിക മിതിയിലൂടെയാണ് ഈ പറയുന്ന രീതി അദ്ദേഹം കണ്ടുപിടിച്ചത്. എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സമൂഹത്തിൽ ഒരാൾക്കുള്ള നിലയും വിലയും അയാളോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും വിമുഖതയും മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ സോഷ്യോമെട്രിക് ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ എലക്ഷൻ ഒരു സോഷ്യോമെട്രിക് ടെക്നിക്കാണോ? ഈയിടെ നമ്മൾ സെലക്ഷൻ കഴിഞ്ഞല്ലേ, അതൊരു സോഷ്യോമെട്രിക് ടെക്നിക്കാണോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ആണോ? എലക്ഷൻ എന്ന് പറയുന്നത് ഒരു സോഷ്യോമെട്രിക് ടെക്നിക്കാണോ അല്ലയോ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ നടത്തുന്ന എലക്ഷൻ, നമ്മുടെ സ്കൂളിലാണെങ്കിൽ ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ നടത്തുന്നുണ്ട് അല്ലേ, അതൊരു സോഷ്യോമെട്രിക് ടെക്നിക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന സ്കൂളുകളിൽ നടത്തുന്ന എലക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ കാലയളവിൽ നടന്ന എലക്ഷൻസ് നമ്മുടെ സാമൂഹിക മിതിയുമായിട്ട് ചേർന്ന് പോകുന്ന ഒന്നാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നാ പറയും? ആണെന്ന് പറയോ അല്ലെന്ന് പറയുമോ? ഡീലിട്ടാൽ മതി. ആണെന്നുള്ളൊരു ഡീലിട്ടേ നോക്കട്ടെ, എത്ര പേര് പറയുന്നുണ്ടോ നോക്കട്ടെ. സാമൂഹിക മിതി ആയിട്ടാണോ നമ്മുടെ എലക്ഷൻ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നാ പറയുന്നത്? യെസോ നോയോ? എന്തെങ്കിലും പറഞ്ഞോ, തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. യെസ് എന്ന് പറയുമോ നോ എന്ന് പറയുമോ? സാമൂഹിക മിതി അല്ലെങ്കിൽ സോഷ്യോമെട്രിക് ടെക്നിക്ക് നമ്മുടെ എലക്ഷനിലുള്ളത് എന്താണ്, സാമൂഹിക മിതിയായിട്ടാണോ പോകുന്നത് അല്ലെങ്കിൽ സോഷ്യോമെട്രിക് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്നാ പറയും? ഒബ്വിയസ്ലി നമുക്ക് പറയാൻ സാധിക്കുക എന്താണ്, ഒരു സാമൂഹിക
മിതി എന്ന് പറയുന്ന ഒരു ഇലക്ഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ് കേട്ടോ. കാരണം എന്താണ്, അല്ലേ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് പോയി നമ്മൾ വോട്ട് ചെയ്യുമോ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി, ചെയ്യുമോ? ഇല്ല. ആ സമൂഹത്തിൽ നിലയുമുള്ള, അല്ലെങ്കിൽ ഇയാളെ ജയിപ്പിച്ചാൽ, അല്ലെങ്കിൽ ഇന്ന വ്യക്തിത്വത്തെ ജയിപ്പിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഉപകാരമുണ്ട് എന്ന് തോന്നുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജയിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വിജയപരാജയങ്ങൾ ഉണ്ടാകുന്നത്, ഏറ്റക്കുറച്ചിലുണ്ടാകുന്നത്. അപ്പോൾ എന്താണ്, ഒരു സമൂഹത്തിൽ അയാളോടുള്ള വിമുഖതയും അതുപോലെ തന്നെ അയാളോടുള്ള ഇഷ്ടവും ഒക്കെ നമുക്ക് ഈ പറഞ്ഞ ഇലക്ഷനിലൂടെ നമുക്ക് പ്രതിഫലിക്കാൻ പറ്റും. ചിലരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ, 10 വോട്ട് കുറവേ താഴെ വോട്ട് കിട്ടുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനിൽ കാണുന്നുണ്ട്. കാരണം എന്താണ്, അതുപോലെ ആൾക്കാർക്ക് അയാളെ എന്താണ് ഇഷ്ടമല്ല. ആ ഒരു കാര്യം അവിടെ പ്രതിഫലിക്കുന്നതാണ് ഈ പറയുന്ന ഇലക്ഷനിലൂടെ. അപ്പം ഒരാളുടെ വ്യക്തിബന്ധങ്ങൾ മനസ്സിലാക്കാണ്ട് നടത്തുന്ന ഒരു വലിയൊരു എന്താണ് കോമൺ ആയിട്ട് നമ്മൾ നടത്തുന്ന ഒരെണ്ണമാണ് ഈ പറയുന്ന ഇലക്ഷൻ എന്ന് പറയുന്ന കാര്യം കേട്ടോ. അവിടെ നമുക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കും ഈ പറയുന്ന സാമൂഹ്യ നീതിയിലൂടെ ഒരാളോടുള്ള വിമുഖത, ഇഷ്ടം, അനിഷ്ടങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരെണ്ണം കൂടി പറഞ്ഞിട്ട് നിർത്താം. പ്രക്ഷേപണ രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, അബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളെയും മനസ്സിലാക്കുന്നതിനും അപഗ്രഥിക്കുന്നതിനുമാണ് പ്രക്ഷേപണ രീതി ഉപയോഗിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെൻസ്, ഇതേപടി ചോദിച്ചിട്ടുണ്ട്. അബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളെയും മനസ്സിലാക്കുന്നതിനും അപഗ്രഥിക്കുന്നതിനുമാണ് പ്രക്ഷേപണ രീതി നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. നമ്മൾ വിവിധങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള ടെസ്റ്റുകൾ ഈ പറഞ്ഞ പ്രക്ഷേപണ രീതിക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നോക്കിയിട്ട് പോകണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടെസ്റ്റുകൾ എല്ലാം എടുത്ത് ചോദിക്കുന്നതാണ്. താഴെ പറയുന്നതിൽ പ്രക്ഷേപണ രീതിയിൽ പെടുന്നതേത്, പെടാത്തതേത് എന്നൊക്കെ പറഞ്ഞ് സ്ഥിരം ക്വസ്റ്റ്യൻ ഉള്ളൊരു പാർട്ടാണ് ഈ പറഞ്ഞ പ്രക്ഷേപണ രീതി. നോക്കി, റോഷെ മഷ്യൂപ്പ് പരീക്ഷ, തീമാറ്റിക് അപ്പർട്ടിസ്റ്റൻ ടെസ്റ്റ്, ചിൽഡ്രൻസ് അപ്പർട്ടിസ്റ്റൻ ടെസ്റ്റ്, പദസരജ പരീക്ഷ, വാക്യപൂർണ്ണ പരീക്ഷ തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഓർത്തിരിക്കണം, പ്രക്ഷേപണ രീതി അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അബോധ മനസ്സിൽ നമുക്ക് ചിലരോട് ചില വെറുപ്പും വിദ്വേഷവും അതൊക്കെ നമ്മൾ വെച്ച് പുലർത്തിക്കൊണ്ട് പോകുന്നത് അല്ലേ. ഈ പറയുന്ന രീതികൾ നമുക്ക് ചിലപ്പോൾ അവരെ കാണുമ്പോഴായിരിക്കും പുറത്ത് വരുന്നത്. നോർമലായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുമ്പോഴൊന്നും ഇത് വന്നെന്ന് വരത്തില്ല. നമ്മൾ പറയത്തില്ലേ, ഈ ചിരിച്ചുകൊണ്ട് നടക്കുന്ന മിക്ക കുട്ടികളുടെയും അല്ലെങ്കിൽ മിക്ക വ്യക്തികളുടെയും മനസ്സിലൊരു വിഷമം ഒബ്വിയസ്ലി കാണും. അപ്പോൾ എന്താണ് അവിടെ, അവരുടെ അബോധ മനസ്സിൽ അവർ അടിച്ചമർത്തി ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ കെടുത്തി ഇട്ടിരിക്കുന്ന ഒരു വിഷമോ പ്രയാസമോ അവരുടെ ഉള്ളിലുണ്ടായിരിക്കും. ആ വികാരങ്ങളെയും ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളെ മനസ്സിലാക്കാനും അത് അപഗ്രഥിക്കുവാനും വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പ്രക്ഷേപണ രീതി നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഈ രീതി കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ, ഈ അബോധ മനസ്സിൽ കിടന്നുള്ള കുഴപ്പം നമ്മളത് പെട്ടെന്നൊന്നും റിയാക്ട് ചെയ്യുന്നു വരത്തില്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ആ വ്യക്തികളുമായിട്ട് നമ്മൾ ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ ഈ ഒരു അബോധ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇത് പുറത്തേക്ക് പുറന്തള്ളുന്നത് ചിലപ്പം ഭീകരമായ രീതിയിലായിരിക്കും. ഒരുപക്ഷെ അത് കൊലപാതകത്തിൽ വരെ വന്ന് നിൽക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ കണ്ടെത്തി അവരുടെ മനസ്സിൽ എന്താണ് അവരെ അലട്ടുന്നത് അല്ലെങ്കിൽ അവരുടെ അബോധ മനസ്സിൽ എന്താണ് കുടികൊള്ളുന്നതെന്ന് മനസ്സിലാക്കാനാണ് ഈ പറഞ്ഞ ടെസ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലൊന്നാമത്തെയാണ് റോഷെ മഷ്യൂപ്പ് പരീക്ഷ, പിന്നെ തീമാറ്റിക് അപ്പർട്ടിസ്റ്റൻ ടെസ്റ്റ്, പദസരജ പരീക്ഷ, അതുപോലെ തന്നെ വാക്യപൂർണ്ണ പരീക്ഷ, ചിൽഡ്രൻസ് അപ്പർട്ടിസ്റ്റൻ ടെസ്റ്റൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ വട്ടം നമുക്കറിയാം നമ്മുടെ മെഡിക്കൽ കോളേജുകളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ മെഡക്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യും. ഈ മെഡക്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിനകത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്നു. നമ്മളതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവും നമ്മുടെ എന്താണ് ഈ പറയുന്ന ടെസ്റ്റുകൾ നമുക്ക് വേണമെങ്കിൽ അവിടെ ചെയ്തു നോക്കാം. അവരതിൻ്റെ ഒരു ഡെമോ ഒക്കെ അവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ പോയി നമ്മൾ വാച്ച് ചെയ്യുന്ന നല്ലത് കേട്ടോ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓർത്തിരിക്കണം, അബോധ മനസ്സിൽ ഒരാളുടെ അടിച്ചമർത്തോട്ട വികാരങ്ങളെയും ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളെയൊക്കെ മനസ്സിലാക്കുന്നതിനും അപഗ്രഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പ്രക്ഷേപണ രീതി അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലുള്ളതാണ് റോഷെ മഷ്യൂപ്പ് പരീക്ഷ, തീമാറ്റിക് അപ്പർട്ടിസ്റ്റൻ ടെസ്റ്റ്, പദസരജ പരീക്ഷ, വാക്യപൂർണ്ണ പരീക്ഷ, അതുപോലെ തന്നെ ചിൽഡ്രൻസ് അപ്പർട്ടിസ്റ്റൻ ടെസ്റ്റ്. ഈ രീതിയിലൂടെയാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ അബോധ മനസ്സിലുള്ള വികാരങ്ങളെ പ്രത്യേക സ്വഭാവ സവിശേഷത നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഒരു 5-8 കൂടിയുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓർത്തിരിക്കേണ്ടതാണ്, ഈ പറഞ്ഞ 8 രീതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആ പറഞ്ഞ ഇൻ്റർവ്യൂ അതുപോലെ തന്നെയുള്ള അഭിമുഖം അതൊന്നും നമ്മൾ നോക്കേണ്ട, പരീക്ഷണ രീതി അല്ലെങ്കിൽ ആ പറഞ്ഞ നിരീക്ഷണ രീതി ഒന്നും നോക്കേണ്ടതായിട്ടില്ല. പക്ഷേ ബാക്കി വരുന്ന 6 രീതികളിൽ നിന്നും സ്ഥിരം ചോദ്യമുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ക്ലിനിക്കൽ മെത്തേഡിൽ നിന്ന് ആകെ പഠിക്കേണ്ടത് ലൈറ്റർ മെമ്മറി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ പോയിട്ട് 5 രീതി കേട്ടോ. ഇന്നത്തെ ദിവസം വരുന്ന നാളെ വൈകുന്നേരം വരെയുള്ള ക്ലാസ്സിൽ നീ 5 രീതികളും
അല്ലെങ്കിൽ ഈ 8 രീതികൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് വേണം ക്ലാസ്സിൽ കയറാൻ. വളരെ എളുപ്പമാണ്. ചെറിയൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കണം. എന്താണ് രീതികൾ, എന്താണ് അതിൽ പറയുന്നത്, ഈ പറഞ്ഞ സെൻറ്റൻസ് മാത്രം, ഈ അണ്ടർലൈൻ ചെയ്ത സെൻറ്റൻസ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇതിൽ നിന്നേ ചോദ്യമുള്ളൂ, അത് 100% ഉറപ്പാണ് കേട്ടോ. നിങ്ങളെല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നോക്കൂ, ഞാൻ പറയുന്നത് തെറ്റാണ് എടുത്ത് നോക്കൂ. ഈ പറഞ്ഞ അണ്ടർലൈൻ ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രം, അല്ലെങ്കിൽ ഈ അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഈ പറഞ്ഞ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അണ്ടർലൈൻ ചെയ്ത പാർട്ടുകൾ നിങ്ങൾ വരച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് അവിടുന്ന് മനസ്സിലായത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള സെൻറ്റൻസ് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. ചെറിയൊരു നോട്ട് ബുക്ക് വാങ്ങിച്ചു വെക്കുക, അത് ഡെയിലി എടുത്ത് വായിക്കുക. അപ്പം നമുക്ക് മറന്നു പോവുകയില്ല കേട്ടോ. ആ ഒരു രീതിയിലൂടെ നിങ്ങൾ പഠനം മുമ്പോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ഓർമ്മശക്തി കൂട്ടാം. ഇന്ന് പഠിച്ച കാര്യങ്ങൾ നാളെ രാവിലെ എണ്ണീറ്റ് ഒന്നുകൂടി റിവൈസ് ചെയ്യുക. കിടക്കാൻ പോകുന്നതിന് മുമ്പ് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യുക. നാളെ ക്ലാസ്സിൽ കയറുമ്പോൾ ഞാനും റിവൈസ് ചെയ്യാം കേട്ടോ. ആ രീതിയിലൂടെ നമുക്ക് പഠനം മുമ്പോട്ട് കൊണ്ടുപോയാൽ ഒബ്വിയസ്ലി സൈക്കോളജി നമുക്ക് എളുപ്പമാക്കി എടുക്കാം കേട്ടോ. അപ്പം ഈ പറഞ്ഞ 8 രീതികൾ, ഒന്നാമത്തെ രീതി തൊട്ട് 8ാമത്തെ രീതി വരെ നാളെ ക്ലാസ്സിൽ വരുമ്പോൾ പഠിച്ചിട്ട് കയറാണ്ട് ശ്രദ്ധിക്കുക. ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടായിരിക്കും ക്ലാസ്സിൽ തുടങ്ങുന്നത് കേട്ടോ. സോ പേടിക്കൊന്നും വേണ്ട, നിങ്ങളെ വഴക്കൊന്നും പറയത്തില്ല, ധൈര്യമായിട്ട് പോരെ കേട്ടോ. അതുകൊണ്ട് പഠിച്ചിട്ട് വരാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ വൈകുന്നേരം കാണാം. വല്ല ഡൗട്ട് വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഡൗട്ട് വല്ലതും ഉണ്ടോ?